തവണ ഞാനിത് പറഞ്ഞിട്ടുണ്ടാവും ഈ കാര്യം. നിങ്ങൾ പ്ലീസ്, നിങ്ങൾ വേറൊരാൾ നിങ്ങളെ കെയർ ചെയ്തില്ലെങ്കിൽ, വേറൊരാൾ നിങ്ങളെ വിളിച്ചില്ല, മെസ്സേജ് ചെയ്തില്ല എന്ന് പറഞ്ഞ് സങ്കടം വരും. ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, സങ്കടം വരാം. പക്ഷേ അതില്ലാതെ നിങ്ങൾക്ക് പറ്റില്ല എന്നതിൽ നിന്ന് നിങ്ങളൊന്ന് മാറിയേ പറ്റൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കരഞ്ഞ് ജീവിതം തീർക്കേണ്ടി വരും. ഓക്കെ, അതിൽ നിന്ന് പുറത്ത് വരാൻ തുടങ്ങുക. ഓക്കെ, വേറൊരാളല്ല നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത്, അത് മനസ്സിലാക്കൂ. ഓക്കെ, നോ ബഡി എൽസ് ക്യാൻ മേക്ക് യു ഹാപ്പി. ഓക്കെ, നിങ്ങൾ നിങ്ങളിൽ തന്നെ സന്തോഷം കണ്ടെത്തണം. ഓക്കെ, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കണം. ഓക്കെ, നിങ്ങൾ സ്വയം ഹാപ്പി അല്ലെങ്കിൽ ഓക്കെ, വേറെ ആരെത്ര വന്നാലും എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഹാപ്പി ആവാൻ പോകുന്നില്ല. ഓക്കെ, എത്ര നിങ്ങളെ കെയർ ചെയ്താലും ശരി, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അവനവനെ നിങ്ങൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ വേറൊരാൾ വന്ന് എത്ര ഇതൊരു കോട്ടായിട്ട് ഇതായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു പാത്രം ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഒരു ബൗള്, ഒരു പാത്രം, അതിൽ നിറച്ച് ഹോൾസാണ്. ഓക്കെ, ഓട്ടയാണ്. അതിൽ നിങ്ങൾ എത്ര വെള്ളം ഒഴിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ഹോള് അടയ്ക്കാതെ ആ വെള്ളം അതിൻ്റെ ഉള്ളിൽ നിൽക്കുമോ? ഇല്ല. ഓക്കെ, അത് മനസ്സിലാക്കുക. സോ നിങ്ങൾ അതുപോലെയാണ്, നിങ്ങൾ ആ പാത്രം പോലെയാണ് ഇപ്പോൾ. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ള കാര്യങ്ങൾ, ഓക്കെ, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കോഡിപ്പെൻഡൻസിയുടെ എനർജി, അതായത് വേറൊരാൾ വന്നാലേ നിങ്ങൾ ഹാപ്പി ആവുള്ളൂ എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ അവനവനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ആ ഹോൾസ് ഒക്കെ അടയും. ഓക്കെ, ആ ഓട്ടകൾ നിങ്ങളുടെ അടയും. അത് അടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒഴിച്ചാൽ തന്നെ അത് അപ്പോഴേ അവിടെ ഉള്ളിൽ നിൽക്കുള്ളൂ. അത് മനസ്സിലാക്കുക. അത് മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വേറൊരാൾക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുക? നിങ്ങൾ ഈ പാത്രത്തിൽ എത്ര വെള്ളം നിറച്ചാലും അതിൽ വെള്ളം നിൽക്കില്ല, എന്നാലേ നിങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ദാറ്റ് എപ്പോഴും നമ്മൾ ഈ വേറൊരാളെ ഇത് സ്നേഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, ഞാൻ വളരെ ഓണസ്റ്റായിട്ട് പറയാം, നിങ്ങൾക്ക് ഒരു പേഴ്സണോട് സ്നേഹമുണ്ടെങ്കിൽ അവർ നിങ്ങളോട് സംസാരിച്ചാലും ഇല്ലെങ്കിലും, അവർ ആരുടെ കൂടെ ആണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, കാണാൻ പറ്റിയാലും ശരി, ഇല്ലെങ്കിലും ശരി, ഓക്കെ, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. ബിക്കോസ് നിങ്ങൾക്ക് ആ പേഴ്സൺ, ബാക്കിയെല്ലാം എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സണിനെ കാണണം, സംസാരിക്കണം, അവർ വരണം എന്നൊക്കെ ചിന്തിക്കുന്നത്, അത് നമ്മൾ ആ കൂടെ വേണം എന്നുള്ള ഒരു ചിന്തയാണ്. ഓക്കെ, അത് വേറെയാണ്. അത് സ്നേഹം എന്ന് വിളിക്കാൻ പറ്റില്ല. അത് ജസ്റ്റ് നമ്മൾ ഓക്കെ കാണാൻ ആഗ്രഹിക്കുന്നു, ഓക്കെ സംസാരിക്കാൻ, അതൊക്കെ ഒരു ആഗ്രഹമായിട്ട് ഇരിക്കാം, വിരോധമില്ല. പക്ഷെ അത് ഇല്ലെങ്കിൽ ഞാൻ ഹാപ്പിയേ അല്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതൊരു കോഡിപ്പെൻഡൻസി മാത്രമാണ്. സ്നേഹം എന്നതിനെ വിളിക്കാൻ പറ്റില്ല. ഓക്കെ, നിങ്ങളിത് എടുക്കേണ്ട രീതിക്ക് നിങ്ങൾക്ക് എടുക്കാം. Okay. Last card. Boundaries. You need to teach people how to treat you by being clear on what